നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥിന്റെ ഭാര്യ ദിവ്യ ഒരു പുതിയ കവിത ഇറക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവർ കവിത പറഞ്ഞിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത്, യേശുക്രിസ്തു എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു കറുത്ത മനുഷ്യനാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബംഗാളികളെല്ലാം നമ്മളെല്ലാം വിളിക്കുന്നത് ഭായി ബായി എന്നാണ്. ഭായി ബായി എന്ന് വിളിക്കുന്നവരെല്ലാം കറുത്ത മനുഷ്യരാണോ? അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ അച്ഛന്റെ തൊഴിൽ ചെയ്തിരുന്നു എന്ന്. അതുകൊണ്ടും അദ്ദേഹം കറുത്ത മനുഷ്യനാകുമോ? അച്ഛന്റെ തൊഴിലിൽ കേരളത്തിൽ ആരെല്ലാം ചെയ്യുന്നു? അവരൊക്കെ കറുത്ത മനുഷ്യരാണോ? കറുത്ത മനുഷ്യരും വെളുത്ത മനുഷ്യരും ഒക്കെ അച്ഛന്റെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യാറുണ്ട്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു കല്ലറയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് അദ്ദേഹം പണിതുകൊണ്ടിരുന്ന കട്ടിലിന്റെ പണി തീർന്നിട്ടില്ല, അതുകൊണ്ട് ആ പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കല്ലറയിൽ നിന്നും പുറത്തു വന്നത് എന്നാണ് അവരുടെ അടുത്ത വാദം. അങ്ങനെ ഒരുപാട് വാദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരൊരു കവിത എഴുതിയിരിക്കുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഇത്തരം ചെറിയ വീഡിയോകളിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ദിവ്യ അയ്യർക്ക് എന്താണ് സംഭവിച്ചെന്നറിയില്ല. ഇനി ചിത്തഭ്രമം വല്ലതും സംഭവിച്ചതാണോ, അതേ അവർ ബോധപൂർവം ഒരു കലാപമുണ്ടാക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുദ്ദേശിച്ച് പറഞ്ഞതാണോ എന്നറിയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അദ്ദേഹം പണിതുകൊണ്ടിരുന്ന കട്ടിലിന്റെ പണി തീരാത്തതാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അല്പം കടന്നു കൈയായിപ്പോയി. ദിവ്യ മേഡം എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല.